ഇന്ന് നമുക്കിവിടെ ധനുമാസത്തിലെ തിരുവാതിരക്കൊരു പുഴുക്കുണ്ടാക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ചേമ്പുകിഴങ്ങ്, ചേനക്കിഴങ്ങ്, അതെല്ലാം ഞാൻ മുറിച്ച് കഷ്ണാക്കി വെച്ചതാണ്. നേന്ത്രക്കായ് എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെക്കാം. എനിക്ക് പയർ വന്നിട്ട് പച്ച തന്നെ ഉരിച്ച പയർ കിട്ടീന്, ഉണങ്ങിയ പയറല്ല. അത് കാരണമാണ് ഞാനത് വറുക്കുകയൊന്നും ചെയ്യാണ്ട് പച്ചക്കന്നെ അടുപ്പിൽ വേകാൻ വെച്ചത്. അത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ വേകാം. പച്ചപ്പയർ ഉരിച്ചത് കിട്ടിയ കാരണം. അല്ലെങ്കിൽ അത് വറുത്ത് നമുക്ക് കുക്കറിലൊരു വേവിച്ചതിന് ശേഷമാണ് ഈ കഷ്ണങ്ങളെല്ലാം ഇടാൻ പാടുള്ളൂ. പച്ച കിട്ടിയ കാരണം എല്ലാ കഷ്ണങ്ങളും ഒന്നിച്ചിട്ട് ഇടാം. അതിന് വേണ്ടുന്നത് തേങ്ങ, കുറച്ച് ജീരകം, ഉള്ളി വേണ്ട കേട്ടോ. തേങ്ങയും ജീരകം മാത്രം അരച്ചാൽ മതി. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കിത് വേകാൻ വെക്കാം. അതിൻ്റെ കൂടെ തന്നെ കഷ്ണങ്ങളും മുറിച്ചതിടാം. ചേമ്പുകിഴങ്ങ്, ചേമ്പാണിത്. ചേമ്പ് കഴുകി എടുത്ത് വെച്ചതാണ്. അത് ഇതിൻ്റെ കൂടെ ഇടാം. ചേമ്പ്, ചേന, കൂർക്കക്കിഴങ്ങ്, ഒരു കഷ്ണം മരവള്ളിക്കിഴങ്ങും ഇതിലിടുന്നുണ്ട്. ചക്കരവള്ളിക്കിഴങ്ങും ഇടുന്നുണ്ട്. മരക്കിഴങ്ങ്, മധുരക്കിഴങ്ങും ചെറിയ കഷ്ണം, അത് അധികം വേണ്ട. പിന്നെ ചേന ഇടുന്നുണ്ട് ഇതിൻ്റെ കൂടെ. ചേന, ചേമ്പ്, പിന്നെ നേന്ത്രക്കായ് ഇതിൽ ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണം മത്തൻ്റെ കഷ്ണവും ഇടുന്നുണ്ട്. മത്തനിട്ടാലും നന്നായിട്ടുണ്ടാവും. ഇവിടെ അതിന് അരസാണിക്കായ് എന്നാണ് പറയുക. നമ്മുടെ നാട്ടിലത് മത്തൻ എന്ന് പറയും. മത്തൻ്റെ കഷ്ണവും ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. ചെറിയ കഷ്ണമാണ് ഞാൻ കിഴങ്ങിൻ്റെ കഷ്ണം ഇട്ടതിന്. ഇതിൻ്റെ കൂടെ നമുക്ക് ചേമ്പ്, ചേന, കാവത്ത് കിട്ടിയില്ലെങ്കിൽ ഇടാം. എനിക്കത് കിട്ടിയിട്ടില്ല. കാവത്താണ് പ്രധാനം. തിരുവാതിര പുഴുക്കിന് കാവത്താണ് പ്രധാനമായിട്ട് ഇടേണ്ടത്. കാവത്ത് കിട്ടാതെ കാരണം ഇത്രയും കഷ്ണം ഇട്ട്. നമുക്ക് വേണ്ടിക്കിൽ ഇതിൻ്റെ കൂടെ മുതിരി ഇട്ടിട്ട് ഉണ്ടാക്കാം, ചെറുപയർ ഇട്ടിട്ട് ആക്കാം. ഞാനിന്ന് പയറിട്ടിട്ടാണ് ഈ തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കൂവ പായസവും വെക്കും. കൂവപ്പൊടീനെ കൊണ്ട് തിരുവാതിര നോൻപെടുത്തവർ. ഞാൻ പായസം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ 2 പച്ചമുളക് നമുക്ക് ഇതിലേക്കിടാം. ആവശ്യത്തിന് ഉപ്പ്. ഇത് തിരുവാതിര നോൻപെടുക്കുന്നവർ കഴിക്കുന്നതാണ് തിരുവാതിര പുഴുക്ക് എന്ന് പറഞ്ഞിട്ട്. അത് കാരണം ഉള്ളി ഇടാൻ പാടില്ല. പിന്നെ ഞാൻ കടുക് ഇതിൽ താളിക്കുന്നില്ല. കടുക്, മുളകൊന്നും ഇടുന്നില്ല. വെറുതെ എങ്കിലും പച്ച വെളിച്ചെണ്ണ, കരിയാപ്പലയും ഇട്ടാൽ മതി. വെള്ളത്തിൽ ഒറ്റൊരു വിസിലേ വരണ്ടോ, അധികം വേവില്ലല്ല കഷ്ണങ്ങൾ. നമുക്കനി അത് വെന്തെടുക്കുമ്പോൾ അരച്ചിട്ട് വരാം. തേങ്ങയും ജീരകവും അരച്ച് കൊണ്ടുവന്ന് കഷ്ണങ്ങളെല്ലാം നല്ല വെന്തു. തട്ടപ്പയർ ഇന്നതെന്നാൽ ഇങ്ങനെ ഇടുന്നതെന്ന് വിചാരിക്കും. ആ പയർ ഞാൻ പച്ചപ്പയർ ഇടുന്നത് വാങ്ങിയിട്ട് വന്നതാണ്. അത് കാരണമാണ് ഞാൻ അങ്ങനെ തന്നെ ഇടുന്നത്. അല്ലെങ്കിൽ അത് വറുത്തിട്ട് വേണം വേവിക്കണ്ടിക്കൽ. വറുക്കാണ്ട് എനിക്ക് പച്ചയായിട്ട് തന്നെ പയർ കിട്ടിയ കാരണമാണ് ഞാനത് അങ്ങനെ തന്നെ ഇട്ടത്. ഇതിന് നമുക്ക് ഇതെല്ലാം ഇളക്കി. വെള്ളം അധികമൊന്നുമില്ല. വെള്ളം ഇതിന് കറക്റ്റായിട്ടുണ്ടാവും. ഇനി തിളച്ച് ഇത് കുറുകി വരും, നല്ല കട്ടിയാകും. ഇത്ര ആവശ്യത്തിനുള്ള വെള്ളം ഇത്ര തന്നെ വേണം. അങ്ങനെ നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഇത് ഇതാക്കാം. തിരുവാതിര നോൻപെടുത്തവർ ഇങ്ങനെയുള്ള പുഴുക്കുകളാണ് കഴിക്കുക. അത് ഞാനും ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കും കാണിക്കുന്നതാണ്. പുഴുക്കായി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് വിളമ്പാം. നല്ല ടേസ്റ്റാണ്. തിരുവാതിര നോൻപെടുത്തവർക്ക് എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നാ ഇത്രയേ പണിയുള്ളൂ.